സോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു എൻട്രി നടന്നു പോയിട്ടുണ്ട് ഗോൾഡിൽ നമ്മൾ പഠിച്ച അതേ കൺസെപ്റ്റ് വെച്ചിട്ട്. അപ്പോൾ അത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുക. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഡയറക്ഷൻ 2 ദിവസമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് ജസ്റ്റ് നോക്കാം. നമ്മൾ റീസെന്റ് ആയിട്ട് മാർക്കറ്റിൽ വരികയാണ്. മാർക്കറ്റിൽ വന്നപ്പം നമുക്ക് ഡെയിലിയിൽ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവരും പഠിച്ചു. എന്നാലും ഒന്നും കൂടെ ജസ്റ്റ് പറയാം. റീസെന്റ് ആയിട്ടുള്ള ഡെയിലിന്റെ ബ്രേക്ക് സ്ട്രക്ചർ നോക്കുക അല്ലേ? ബ്രേക്ക് സ്ട്രക്ചർ അപ്പ് സൈഡ്. അപ്പം ബ്രേക്ക് സ്ട്രക്ചർ അപ്പ് സൈഡ് കിട്ടിയതുകൊണ്ട് തന്നെ ബുള്ളിഷ്, ഡെയിലിയിൽ ബുള്ളിഷ് ആണ്. 4 ഹവറിൽ ഇനി ബെയറിഷ് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കുകയാണ്. ഞാനിത് കണ്ടതാണ് എൻട്രി, എന്നാലും ഡിലീറ്റ് ആക്കി ലൈവ് മാർക്കറ്റ് പോലെ കാണിച്ചു തരാം. ഓക്കെ, കാണാണ്ട് പഠിച്ചു വന്ന് പറയാന്ന് പറയുന്നവരോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. കുറച്ച് ദിവസമായിട്ട് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതേ സാധനമാണ് ഇവിടെ വർക്ക് ആയത്. അതുകൊണ്ടാണ് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കാം, അല്ലാത്തവർ വിട്ടേക്കുക. അതെ, അപ്പോൾ 4 ഹവറിൽ നമുക്ക് റീസെന്റ് ആയിട്ടുള്ള ബ്രേക്ക് സ്ട്രക്ചർ നോക്കണം. അപ്പോൾ 4 ഹവറിൽ നമുക്ക് ഇവിടെ ബ്രേക്ക് സ്ട്രക്ചർ എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം വിക്ക് ബ്രേക്ക് ആണ്. ഇതെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ അതിന്റെ ടൈം നോക്കണം. 4 ഹവറിന് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. അത് ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. അതില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ തൊട്ട് താഴെയുള്ള റീസെന്റ് ആയിട്ടുള്ള ബ്രേക്ക് സ്ട്രക്ചർ ബുള്ളിഷ്, ബെയറിഷ് ആയിട്ടുള്ള ബ്രേക്ക് സ്ട്രക്ചർ എന്ന് പറയുന്ന സാധനം എവിടെയില്ല. അപ്പൊ നമുക്ക് രണ്ടും ബുള്ളിഷ് തന്നെയുള്ളത്. അപ്പൊ ഡെയിലി ബുള്ളിഷ്, 4 ഹവർ ബുള്ളിഷ്. അങ്ങനെയാണ് 1 ഹവറും എന്തായിരിക്കണം? ബുള്ളിഷ് ആയിരിക്കണം. ബെയറിഷ് ആണ് പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് രണ്ട് ഡയറക്ഷൻ എങ്ങോട്ടാണോ കാണിച്ചു തരുന്നത് അതിന് ട്രസ്റ്റ് ചെയ്താൽ മതി. ദെൻ 1 ഹവർ, 1 ഹവറിലും ആ എൻട്രി കാണിക്കും. ആ ഡിലീറ്റ് ആക്കിയിട്ട് പോവാം കേട്ടോ. ദെൻ ഓക്കെ, ദെൻ അപ്പം ഇത്രയാണ് നമ്മൾ ചാർട്ടിൽ ലൈവ് മാർക്കറ്റിലുണ്ട് അപ്പോൾ കണ്ടത്. ഓക്കെ, ഇത് തൊട്ട് മുമ്പ് നടന്ന സംഭവമാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രം കേട്ടോ. ദെൻ 1 ഹവർ ഓൾസോ വി ഹാവ് എ ക്ലീൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇനി ബെയറിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമുണ്ടില്ല, കാരണം രണ്ട് ഡയറക്ഷൻ നമുക്ക് ഓൾറെഡി ബുള്ളിഷ് തന്നതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ട്രേഡിംഗ് റേഞ്ച് ഇപ്പം ചേഞ്ച് ഓഫ് ക്യാരക്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് അവിടെ സോറി, ഈ ചാർട്ട് പിന്നെയും വരികയാണ്, ഒരു മിനിറ്റ്. യെസ്, നമുക്കിത് ഇല്ലെങ്കിൽ കൂടി നമുക്ക് എന്താക്കാം? ട്രേഡിംഗ് റേഞ്ച് റീസെന്റ് ആയിട്ടുള്ള ഹൈയും ലോയും വെച്ചിട്ട് നമുക്ക് ട്രേഡിംഗ് റേഞ്ച് വരയ്ക്കാം. അപ്പോൾ ട്രേഡിംഗ് റേഞ്ച് വരച്ചിട്ട് നമുക്ക് ഹൈ ലോ മാർക്ക് ചെയ്യുന്നു. 50% ഉള്ളിൽ വന്നാൽ മാത്രമേ എൻട്രി ഉള്ളൂ, നമുക്കറിയാം അല്ലേ? അതിന്റെ ഉള്ളിലുള്ള ഒന്നും നമ്മൾ നോക്കില്ല, അതിന്റെ താഴോട്ടുള്ളത് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. ഇനി 50%ന് താഴെ നമുക്ക് കാണാൻ പറ്റുന്ന പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ നോക്കാം. അപ്പോൾ 15 മിനിറ്റും കൂടെ ജസ്റ്റ് ഒന്ന് പോവാം. 15 മിനിറ്റില് ഫുൾ ലിക്വിഡിറ്റി എല്ലാവർക്കും കാണാം അല്ലെ? നോക്കിയാൽ ഈ ഒരു ഏരിയ 50%ഉം അതിന്റെ താഴെ വരെ ലിക്വിഡിറ്റിയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലത്തെ എൻട്രി ഏതെങ്കിലും എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് അതിന്റെ താഴെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ 15 മിനിറ്റില് നമുക്കുള്ളത് ഒരു ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഓർഡർ ബ്ലോക്ക്. ഇനി 1 ഹവറിൽ എന്താ ഉള്ളത്? 1 ഹവറിൽ ഓർഡർ ബ്ലോക്ക് അതിന്റെ മേലെ ഉണ്ട്. നോക്കിയേ, ഓർഡർ ബ്ലോക്ക്. ഇത് കംപ്ലീറ്റ് ഒരു ഏരിയ ആക്കി എടുക്കാം. പിന്നെ അത്ര വലുതായതുകൊണ്ട് നമുക്ക് അതിന് ബോഡി വേണം, ബോഡി മാത്രമാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു ലോയും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ എടുക്കാം. ദെൻ ഇനി 2 ഹവർ, 2 ഹവറിലൊന്നുമില്ല. 3 ഹവർ, 3 ഹവറിലും 50% ഓർഡർ ബ്ലോക്ക് ഒന്നുമില്ല. ഓക്കെ, ദെൻ 4 ഹവർ, 4 ഹവർ എടുത്ത പണ്ടത്തെ ഇത് തന്നെ കാണിക്കും. ടാപ്പ് ചെയ്ത പോയിന്റ്, ഈ ടാപ്പ് ചെയ്തതാണ് എന്നാലും ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ദെൻ 4 ഹവറിൽ അത് കറക്റ്റ് കാണിക്കും. എന്നാലും നമുക്ക് രണ്ട് എൻട്രി ഉണ്ട് അല്ലെ? രണ്ട് സെറ്റപ്സ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ എൻട്രി എടുക്കാത്തതിന്റെ റീസൺ എല്ലാവർക്കും അറിയാം, ഞാനത് പറയേണ്ട കാര്യമില്ല അല്ലെ? ദെൻ ഈ രണ്ട് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളാണ് നമുക്കുള്ളത്. അതിൽ രണ്ടിലും നമുക്ക് എൻട്രി എടുക്കാം. എങ്ങനെയാണ് രണ്ടിലും എൻട്രി എടുക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തിൽ മാത്രമാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ ഫുൾ റിസ്ക് ഇടാം. ഇനി രണ്ടിലും എൻട്രി എടുക്കണമെങ്കിൽ 1 ലോട്ട് ആണെങ്കിൽ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് 50% ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എൻട്രി എടുക്കാം. ദെൻ ഇവിടെ ഫസ്റ്റത്തെ പൊസിഷനിൽ ബൈ ഇട്ടു. സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ വെക്കാൻ പാടില്ല, ബ്രീതിങ് സ്പേസ് കൊടുക്കണം എന്നറിയാം അല്ലെ? ഒരു ഇത്തിരി ബ്രീതിങ് സ്പേസ്, കറക്റ്റ് 30 പിപ്സ് ഇടാം. ഇനി സപ്പോസ് ഇത് ഫെയിൽ ആയി കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴത്തെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന് പ്രയോറിറ്റി കൊടുക്കാം. ദെൻ എത്ര മണിക്കാണ് സമയം? അതെല്ലാം നമ്മൾ റിസ്ക് മാനേജ്മെന്റിൽ പഠിച്ചതാണ്, എന്നാലും ജസ്റ്റ് നോക്കാം. ന്യൂസ് ആയിരുന്നു. അപ്പൊ ന്യൂസിൽ കറക്റ്റ് ഈ സമയത്ത് പ്രൈസ് വന്ന് സ്വീപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, 7:30ക്ക് ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ 50% കറക്റ്റ് ടാപ്ഡ് ആണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് ഫസ്റ്റത്തെ എൻട്രിയിൽ കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, രണ്ടാമത്തെ എൻട്രിയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, രണ്ടാമത്തെ എൻട്രിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എൻട്രി ടാപ്ഡ് അല്ലെ? ടാർഗറ്റ് എങ്ങോട്ടായിരിക്കും? എക്സ്റ്റേണൽ. ഇതായിരിക്കും സെറ്റപ്പ് വരാം. ഒരു എൻട്രി ഫെയിൽ ആയി, അത് കാരണം 1 ഹവറിൽ അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടതുകൊണ്ട് അത് എടുത്തു. പക്ഷെ അത് ഫുള്ള് വരച്ചിരുന്നെങ്കിൽ എടുക്കാറ്. നമ്മൾ ഫുള്ള് വരയ്ക്കാറില്ല, നേരെ 50%. ഇത്രയും വലിയ ഏരിയ ആണ്. നമ്മൾ വേറെ സംഭവം പണ്ട് പഠിച്ചിട്ടുണ്ട്. എന്താ അത്?
ഇതിനെ നേരെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? ഇങ്ങനെ എടുക്കാം കേട്ടോ. നേരെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പകുതിയിൽ എൻട്രി വെക്കാം. ഇത് നമ്മൾ പഠിച്ച സംഭവം അല്ലേ? അപ്പൊ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഇങ്ങനെയും കൂടെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ദെൻ ഇങ്ങനെ എടുത്തു. ഇനി ടാർഗറ്റ് എങ്ങോട്ടായിരിക്കും? എക്സ്റ്റേണൽ. പ്രൈസ് എങ്ങോട്ടാ പോയെന്ന് നോക്കി ടാപ്പ് ചെയ്തു. എക്സ്റ്റേണൽ 180 പിപ്പ്. അതിന് മേലോട്ട് പോയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എക്സ്റ്റേണൽ വരെ ടാർഗറ്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായി പഠിച്ച അതേ സംഭവമാണ് ഇപ്പം മാർക്കറ്റിൽ ലൈവായിട്ട് നടന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ, ചെറിയ വീഡിയോ ആണ്, അതൊന്ന് കാണിക്കാൻ തോന്നി, അതുകൊണ്ട് മാത്രം ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ഇതേപോലെ ഇരുന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യുക, മാർക്കറ്റ് ഡയറക്ഷൻ വെച്ച് ട്രേഡ് ചെയ്യാൻ നോക്കുക. ട്രെൻഡിന് ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്താൽ നമ്മൾ എപ്പോഴും ഫെയിൽ ആയി പോകും. അപ്പം ഇതെല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.